ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ യാത്രകൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളെ കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ലോഡ് എടുക്കാൻ പോകുന്ന റൂട്ടിലെ ചന്തയാണത്, തിങ്കളാഴ്ച ചന്ത. ആകെ തിരക്കാണ്. അല്ല, ഉത്സവത്തിന് പോണ മാരുണ്ട് അല്ലേ? ഉത്സവറമ്പ് ചെന്ന മാരുണ്ട്. ആകെ കച്ചവടം. എല്ലാവിധ ഐറ്റംസ് ഉണ്ട്. പച്ചക്കറി ഉണ്ട്, പലചരക്കുണ്ട്, പ്ലാസ്റ്റിക് പാത്രം, കോപ്പ, പാട്ട, കത്തി, ചീർപ്പ്, എല്ലാ ഐറ്റംസും ഉണ്ട്. പൊരികളത് പൊരി കച്ചവടം. ഇവിടെ ഒരു ബൈക്കുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ബൈക്കുകാർ തിരക്കി വരുന്നുണ്ട്. നൂഡിൽസ് വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കരിമ്പിൻ്റെ വണ്ടി വരുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ തിരക്കങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രീകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്നലെ രാത്രിയോടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ സ്റ്റേ ചെയ്ത് ഇന്ന് പാർട്ടി വിളിച്ച് അപ്പോൾ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിപ്പാടത്തേക്ക് ചെറിയ സിംഗിൾ റോഡാണ്. പോയൊക്കെ അതവിടെയൊക്കെ കൃഷികളുണ്ട്. ഒക്കെ ഉള്ളി കൃഷികളാണ് അതൊക്കെ. ഇതൊക്കെ എന്താണാവോ, പല ഐറ്റംസും ഉണ്ട് ഇവിടെ. കൃഷിയൊക്കെ കാണണമെങ്കിൽ കേരളം വിട്ട് പുറത്ത് തന്നെ വരണം. ചെറുനാരങ്ങൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. ഒക്കെ ചെറുനാരങ്ങയാണ് അവിടെ കാണുന്നതൊക്കെ. ഒക്കെ ചെറുനാരങ്ങയാണ്. ഭൂമി ഒഴിഞ്ഞു കിടക്കണം. നമ്മൾ കേരളത്തിൽ കാണില്ല. അതൊന്നും കാല് കുത്താൻ സ്ഥലമല്ല. ഇവിടെ ഒക്കെ തന്നെ സ്ഥലം. അവിടെ ഒരു പഞ്ചസാര ഫാക്ടറി കാണുന്നുണ്ട് അല്ലേ? കോക്കക്കോയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അതേക്കറ പഞ്ചസാര ഫാക്ടറിയാണ്. പഞ്ചസാര ഫാക്ടറി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ സൈറ്റ് പറഞ്ഞിരുന്നത്. ആ കരിമ്പ് വണ്ടികളൊക്കെ വരുന്നത് കണ്ടോ? കാരണം ആണ് ആ കരിമ്പ് തൂക്കേണ്ടത്. ആ അല്ലോ റോഡ്, ആകെ റോഡ്. എല്ലാം കാണുന്നുണ്ട്. റോഡ് അതെല്ലാം അടിപൊളിയായതുണ്ട്. കുതിരപ്പുറത്ത് പോകണം അവരിങ്ങനെ പോവാം. കരിമ്പ് വണ്ടികൾ കണ്ടമാനോട് പാർക്ക് ചെയ്തിരിക്കണല്ലേ? അതവിടെ സൈഡ് കുറേ ഉണ്ട്. ഇവിടെയൊക്കെ അല്ല, ഇങ്ങോട്ട് നോക്കിയിട്ടില്ല. ഫുള്ള് കരിമ്പ് വണ്ടികൾ. എത്രങ്ങാനും വണ്ടികളാ. ഇപ്പോൾ കരിമ്പിൻ്റെ പഞ്ചസാര സീസണാണ്. ഇവിടെ അങ്ങനെ വരിക്കൊക്കെ കയറുന്നുണ്ട്. നേടാ മരുഭൂമി മാരിയുടെ സ്ഥലം ഒഴിഞ്ഞ നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ കയറുന്നുണ്ട് ഓരോരുത്തരല്ലേ? റോഡ് ക്രോസ് ആയിക്കാണ്ട്
നമുക്ക് നമ്മുടെ സ്ഥലത്തൊക്കെ പോയി നോക്കാം, എന്നാലും നമ്മളെ കാര്യം നടക്കുള്ളൂ. മൊത്തം ഉള്ളി കൃഷിയാണ്. നല്ല മുറ്റത്ത് മറ്റേ പുല്ല് വിരിച്ച മാതിരി ഉണ്ട് ഫുള്ളായിട്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇത് നമ്മൾ ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കണ കൂടാണ് കേട്ടോ. ഇപ്പോൾ കാലിയാണ്, ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. 6 മാസം ഒരു കൊല്ലമൊക്കെ ഇതിൽ വെക്കാനും തോന്നുന്നുണ്ട്. ഇതിപ്പോൾ കാലി ആയിക്കണം. ഇനി വിളവെടുത്ത ഒക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പാർട്ടി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുകയാണ് ഇവിടെ. അപ്പോൾ പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഓണർ വരാണ്ട്, ഓണർ വന്നിട്ട് സൈറ്റിക്ക് പോകാമെന്ന് പറഞ്ഞു. ഇതുണ്ടല്ലോ ഇവിടുത്തെ ഓരോ വണ്ടികളാണ്. ട്രാക്ടറാണ്. 2 ലോറിൻ്റെ ബോഡിയാണ് ഒഴിച്ചുകൊണ്ടുണ്ട്. അതിനനുസരിച്ചുള്ള ലോഡും ഉണ്ടാവും. ഒക്കെ കൃഷിക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം കൃഷികളുള്ളതുകൊണ്ട് നമ്മൾ പാർട്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിലേക്ക് പോകാനും. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന നേരം കൊണ്ട് ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. പക്ഷെ കഴിച്ചിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ലോഡിങ്ങുകാർ വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം സൈറ്റ് പോയിട്ട് കഴിക്കാതെ എടുത്ത് വെച്ചാണ്. ഓ അമീന, നമ്മൾ ഭക്ഷണം കഴിക്കണോ? ഓ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കടാ. നമുക്ക് 5 മിനിറ്റ് മതിയാലോ. പിന്നെ സൈറ്റിലേക്ക് എത്തുമ്പോൾ സമയം ഒരുപാട് വൈകും. ഇത് പണിക്കാരൻ കടന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് വിളിച്ചോണ്ടിരിക്കാം. അപ്പോൾ അതിനൊന്ന് വിളിച്ചോണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. ഇതൊക്കെയാ പോലെ ഇതർ ഫ്ലവർ. ഫ്ലവർ, കോളിഫ്ലവർ. അപ്പോൾ കഴിക്കാം. മറ്റേത് ഓരോ ഓണർ വരുന്നതെന്ന് പറഞ്ഞു. ഓണർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിലേക്ക് എത്തുന്ന ടൈം ഒരുപാടാവും. ഭക്ഷണം കഴിച്ചിട്ട് നേരം ഒരുപാടല്ലേ, 1:30 ആയില്ലേ. അപ്പോൾ കഴിക്കട്ടെ. ഉറുമാമ്പഴത്തിൻ്റെ ഒരു തോട്ടമുണ്ട് താഴെ നമ്മൾ നിൽക്കുന്നിടത്ത്. അപ്പോൾ ഒന്ന് കാണാം നമുക്ക്. എവിടെയാണ് നമ്മൾ ഉറുമാമ്പഴത്തിൻ്റെ തോട്ടം? ഉറുമാമ്പഴത്തിൻ്റെ തോട്ടം. അതിൻ്റെ ചോട്ടക്കട കാണുന്നുണ്ട് കേട്ടോ. ഉറുമാമ്പഴം ഇതാക്കുന്നു. ഉറുമാമ്പഴം ഇവിടെയൊക്കെ മരത്തുമ്പോൾ കുറേ ഉണ്ട്. ഉറുമാമ്പഴത്തിൻ്റെ തോട്ടമാണ്. ഒക്കെ ആയി വരുന്നുള്ളൂ, കളറാവണുള്ളല്ലോ. അപ്പോൾ പലതരത്തിലുള്ള കൃഷികളാണ്. ഇതപ്പോൾ ഇതാ ബാക്കിലാണ് ഉറുമാമ്പഴത്തോട്ടം ഉള്ളത്. എന്തെല്ലാം കൃഷികളാണ് ഇവിടെയൊക്കെ. ഓരോന്ന് കൃഷി ചെയ്യണോണ്ട് നമുക്കൊക്കെ കഴിക്കാൻ കിട്ടും. നെല്ലായാലും ഉള്ളി ആയാലും ഉറുമാമ്പഴം ആയിക്കോട്ടെ, പലതും ഉണ്ട്. വണ്ടികൾ അങ്ങനെ സൈഡാക്കി കിട്ടാണ്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി തോട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തോട്ടത്തേക്ക് വണ്ടി പോകൂല. അപ്പോൾ ട്രാക്ടറിൽ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പൈക്കൊണ്ട് പണിക്കാർ. ഇതൊക്കെ ഉള്ളി കൃഷിയാണ്. അപ്പോൾ നമ്മളവിടെ അങ്ങനെ സൈഡാക്കി നിർത്തിയേക്കാണ് വണ്ടി. ഇനി ട്രാക്ടറിൽ വരണം ലോഡ്. ചെറിയ ഊട് വഴികളൊക്കെ ആയതുകൊണ്ട് പാടത്തേക്കൊക്കെ പോകാനേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടില്ല. അപ്പോൾ ലോഡ് ഇനി ട്രാക്ടറിൽ വരട്ടെ അല്ലേ. എന്തോ ഒരു രസമായിട്ടാണ് കൃഷികൾ നടക്കുന്നത്. ഉള്ളിപ്പാടാണ് കേട്ടോ, ഉള്ളിപ്പാടം. ഇതെന്താ ചോളാണ് തോന്നുന്നുണ്ട്. ചോളം. ഇതിലേക്കൊക്കെ ഉള്ള വെള്ളം ഇവിടെ നിന്ന് തന്നെ കോയലൊക്കെ അടിച്ചിങ്ങനെ സപ്ലൈ ചെയ്താണ്.
നെൽപ്പാടം, ചോളപ്പാടം, ഇതിൻ്റെ ഇതിലെന്തോ ഒന്നുണ്ടല്ലോ. ഇതിപ്പോൾ എന്താ സാധനം എന്നാവും. ഇത് ഉള്ളി തന്നെയാണ് സംഗതി. ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ്. പൂക്കളൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്കുള്ള ലോഡ് ഇവിടെ ട്രാക്ടറിൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ വണ്ടി ബെഡാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ട്രാക്ടറിൽ കയറ്റിക്കാണ്ട് അവിടെ കൊണ്ടുപോയി ലോഡാക്കണം. ട്രാക്ടറിൻ്റെ ലോഡിങ് നടന്നുകൊണ്ട് നിൽക്കുക. ഉള്ളി ചാക്ക് ആ പൂക്കളുള്ളത് ഉള്ളി തന്നെയാണല്ലോ. ചെറിയ ഉള്ളിയാണ്. ഉള്ളി തന്നെയാണ് ചൂട് കണ്ട്. ये भी प्याज है ये कांजी का ये प्याज का बीज हाँ വെള്ള ഉള്ളി. മറ്റേ നമ്മൾ ചുവന്നുള്ളിൻ്റെ ഒരു ഇതുണ്ടാവില്ല, ക്വാളിറ്റി പവർ ഉണ്ടാവില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചുവന്നുള്ളിൻ്റെ. और क्या किधर आगे അവിടെ എന്തോ ഉണ്ടായിരുന്നു പോയത്. ആ വത്തക്ക തോട്ടം ഉണ്ടായിരുന്നു, അതൊന്ന് പോയി നോക്കാം. ഇതൊക്കെ ഉള്ളി കൊയ്ത്ത് കഴിഞ്ഞതാ. അതാണ് വത്തക്ക. ചെറുതാ, വലിപ്പമായിട്ടില്ല അല്ലേ. അതൊക്കെ ആവണുള്ളൂ. ഇതെന്താ അതിൻ്റെ അടിയിൽ മുളകാന്നുണ്ടല്ലേ ഈ തൈ ഇതാ മുളകാണ്. വത്തക്ക കൃഷി, എല്ലാ തരം കൃഷികളുണ്ട്. നമ്മളൊരു വത്തക്കെട്ടൊന്ന് എടുത്ത് കഴിച്ചു നോക്കുക. ഇത് കുറച്ച് വലുപ്പമുണ്ട്. ഇതൊന്ന് മുറിച്ച് തിന്ന് നോക്കാം. അതിരണ്ടാന്നറിയില്ല എന്നാ. അപ്പോൾ കഴിച്ചു നോക്കട്ടെ വാ. വത്തക്ക വലുതൊക്കെ ലോഡായി പോയി എന്നാണ് അവർ പറഞ്ഞത്. ചെറുത് മാത്രം ബാക്കി വെച്ചിട്ട് വലുതൊക്കെ ലോഡായിട്ട് പോയി. അതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പൂക്കളാണ് ഇതിൻ്റെ വിത്ത് എന്നാണ് പറഞ്ഞത്. അത് വിത്തിനെടുത്ത് വെച്ചാണ്. എന്നുവെച്ചാൽ ഇത് വിത്ത് ആകുമ്പോൾ ഇതെടുത്തൊരു നമ്മൾ നെല്ലൊക്കെ മറ്റേ പാടത്ത് വിതരണ വഴി അങ്ങനെ പോലെ പറഞ്ഞത്. അതാണ് ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ മാറ്റം വെച്ചിരിക്കുന്നത്. വത്തക്ക മുറിക്ക് ഇതിലൊക്കെ ഈ കവർമകത്തിലൊക്കെ മറ്റേ മണ്ണാവും, കളറുണ്ടാക്കാലോ. ആ കളറുണ്ട്, അടിപൊളിയാണ്. കഴിച്ചോക്കട്ടെ. അപ്പോൾ നമ്മൾ ട്രാക്ടർ എത്തിയിട്ടുണ്ട്, ലോഡിങ് തുടങ്ങി. ട്രാക്ടർ കണ്ടില്ലേ, എന്താണ് അടിപൊളി കൊമ്പൊക്കെ വെച്ചിട്ട്. എത്ര ട്രാക്ടർ ഉണ്ട് എന്നാവും. അതിന് 3-4 സ്ഥലത്ത് പോയി കയറ്റാണ്ടാവും. ഇവിടെ എത്ര സാധനം കിട്ടുമെന്ന് അറിയില്ല. ഓരോ സൈറ്റിൽ നിന്ന് കുറേ സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓട്ടം കുറച്ച് കുറഞ്ഞു കിട്ടും. ഇവിടെ എത്ര ട്രാക്ടർ ഉണ്ടാവുന്നാവും. അപ്പോൾ ഒരു ലോഡ് കയറ്റട്ടെ. അപ്പോൾ നമ്മൾ
ഈ വീഡിയോ ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണി ലൈക്ക് ചെയ്യ്. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. നമ്മുടെ യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടിങ്ങനെ നമ്മളുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ ഓക്കെ, ശരി.